ഹായ് ഗായ്സ്, അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ടല്ലേ, അപ്പം ഇടയ്ക്ക് ഷോർട്സിലൂടെ കാണുന്നുണ്ട്. പക്ഷെ ഒരു ലോങ് വീഡിയോന്റെ ചാനൽ ഇട്ടിട്ട് കുറെ നാളായി. എന്തിനാന്ന് അറിയത്തില്ല, കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തു. പക്ഷെ ഒരാവശ്യമില്ലാത്ത ആ ബ്രേക്ക് കൊണ്ട് ഇപ്പൊ ആലോചിക്കുമ്പോൾ എടുക്കണ്ടെന്ന് തോന്നിപ്പോന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഇനി ആലോചിച്ചിട്ടേ യാതൊരു കാര്യമില്ല. അപ്പം ഇന്നൊരു സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പം സന്തോഷം പ്ലസ് ടെൻഷനും അതുപോലെ തന്നെ ഈക്വൽ ആയിട്ട് പോകുന്നത് കേട്ടോ. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓൾറെഡി തമിഴിലൊക്കെ കണ്ടു ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത എന്താന്ന്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇച്ചാക്കുട്ടന്റെ ഫസ്റ്റ് ഡേ ഇൻ സ്കൂളാണ്. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ എടുക്കാൻ തന്നെ കാരണം, കുറെ വർഷങ്ങൾക്ക് ശേഷം അവനാണെങ്കിൽ പോലും കാണാൻ പറ്റില്ല. അവൻ ഇങ്ങനെയാണ് സ്കൂളിലൊക്കെ പോയത്. അവന്റെ ഫസ്റ്റ് ഡേ ഇങ്ങനെയായിരുന്നു. ചിലപ്പോൾ കാര്യമായിരിക്കും, അറിയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ കൂടെ പോയി, നമുക്കിന്ന് പേരൻസിന് കൂടെ പോയിട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് വരാം. അതുകൊണ്ട് കാര്യത്തിലൊന്നും കാണത്തൊന്നുമില്ല. സെക്കൻഡ് ഡേ മുതലാണ് ആകെ സീനാകുന്നത്. പക്ഷെ ഇതൊരു ഭയങ്കര ഹറിബറി ഡേ ആണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കുറച്ച് സമയം ഞാൻ കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുവാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ മെയിനായിട്ടും ഞങ്ങൾക്കാണെങ്കിൽ അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ പിന്നെയും ഇവന്റെ സ്കൂളിൽ പോകുന്ന ആ ഒരു നിമിഷങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഗൈസ്. അപ്പം അങ്ങനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. ഇപ്പം സമയമില്ല. രാവിലെ എന്താ പറയുക, ഇനിയിപ്പം റെഡി ആയിട്ട് പോയാൽ മതി. പക്ഷേ എന്നാലും ഭയങ്കര ടെൻഷനാണ് ഗൈസ്. എനിക്ക് എന്തൊക്കെ പറയണമെന്ന് അറിയത്തില്ല. എനിക്ക് എന്തൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നുള്ളൊരു ഫസ്റ്റ് ടൈം ആണെങ്കിൽ കുട്ടി സ്കൂളിൽ പോകുമ്പോഴത്തേനും ഒരു പേരൻസിന് വരുന്ന എല്ലാവിധ ടെൻഷൻസും എൻ്റെ എന്താ പറയുക മൈൻഡിലും തലയിലൊക്കെ മൊത്തത്തേക്ക് നിറഞ്ഞ് കൂടിയിരിക്കുകയാണ്. അതിങ്ങനെ ഒന്ന് യൂസ്ഡ് ആയി വന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഭാരം കുറയുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നും നാളെയും അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയോളം സത്യം പറഞ്ഞാൽ ഈ ഒരു ടെൻഷൻ തന്നെ എനിക്ക് മുമ്പോട്ട് പോകുന്നത്. എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. എൻ്റെ മൈൻഡ് മൊത്തത്തിൽ അവൻ സ്കൂളിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യും, സ്കൂൾ ബസ്സിലൊക്കെ കയറി പോയി കഴിയുമ്പോഴത്തേനാണ് എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നൊക്കെ ആ ഒരു ചിന്തയിലാണ് എൻ്റെ മൈൻഡ് മൊത്തത്തിൽ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലൂടെ ആരെങ്കിലും ഒക്കെ പാസ് ചെയ്ത് ഇപ്പൊ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ട് അറിയിക്കുക കേട്ടോ. അങ്ങനെയെങ്കിലും എൻ്റെ കമന്റ് ബോക്സിൽ 2 കമന്റ് വരട്ടെ ഗൈസ്. അപ്പം ഇന്ന് നമുക്കാണെങ്കിൽ കുട്ടീനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാം. ഇന്ന് ജൂൺ 5th ആണ്. എനിക്ക് തോന്നുന്നു കുറെ കുട്ടികൾക്കാണെങ്കിലും ജൂൺ 3rd ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. എൻ്റെ വേറെ കസിൻസ് ഒക്കെ പറഞ്ഞു കേട്ടോ, അവർ കുട്ടികളൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു, ഫ്രണ്ട്സിൻ്റെ ഒക്കെ. അപ്പം ഇന്നാണ് നമ്മുടെ ഇച്ചാക്കാണെങ്കിൽ ക്ലാസ് തുടങ്ങുന്നത്. അപ്പം ഇച്ചാക്ക് സത്യം പറഞ്ഞാൽ അവൻ കുഞ്ഞില്ല. അവനിപ്പം ഫസ്റ്റ് ഡേ അവൻ അറിയില്ല, കാരണം പേരൻസ് കൂടെ പോകുമ്പോൾ അറിയത്തില്ല. പിന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി സ്കൂളിലൂടെ പോയി കണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മേടിക്കാൻ പോയപ്പോഴത്തേനും യൂണിഫോമിന്റെ മെഷർമെന്റിനൊക്കെ കുട്ടി കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവനെ കൊണ്ടുപോയായിരുന്നു. അപ്പം അങ്ങനെ ജസ്റ്റ് അവൻ സ്കൂളൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവന് ഒരു പിടിയില്ലല്ലോ ഇതിനെക്കുറിച്ച്, എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ലല്ലോ. അപ്പോൾ ഓൾറെഡി ഞാൻ മൈൻഡൊക്കെ സെറ്റാക്കി വെക്കും. സ്കൂൾ ബസ്സിൽ കയറുമ്പോഴത്തേന് പിടിച്ചിരിക്കണം, ഏതെങ്കിലും ചേട്ടന്മാരോട് കൊടുത്താൽ ചേച്ചിമാരോട് കൊടുത്തൊക്കെ ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മൈൻഡൊക്കെ സെറ്റാക്കി വെക്കും. നമുക്ക് ഇവിടുന്ന് കുറച്ച് മാറിപ്പോണം സ്കൂൾ ബസ്സിൽ കയറണമെങ്കിൽ. നമ്മുടെ ഇങ്ങോട്ടേക്ക് ബസ് വരത്തില്ല കേട്ടോ, കുറച്ച് മേലോട്ട് കയറി പോകണം. അപ്പം അവിടെ ഞാൻ വേറെ ഏതെങ്കിലും കുട്ടികളുണ്ടോ എനിക്ക് അറിയത്തില്ല. അപ്പം അതിലുണ്ടെങ്കിൽ അവരെയൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കണം, ആ ഒരു മൈൻഡ് സെറ്റിലാണ്. പക്ഷേ ഇന്നത്തെ ദിവസം പറയുന്നത് ഫസ്റ്റ് ഡേ ഇൻ സ്കൂളാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം നിങ്ങളെ കൂടെ കാണിച്ചിരുന്നു ഓർത്തു. ഇനിയിപ്പം ഒന്ന് റെഡി ആയിട്ട് പോയാൽ മതി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരൊക്കെ പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാനും ഇച്ചായും പിന്നെ സജനായും സൈമും വരുന്നുണ്ട്. ഇവൻ സ്കൂളിൽ പോകുന്നൊക്കെ അവരുടെ പ്രവേശനോത്സവമൊക്കെ കാണാൻ വേണ്ടി. പിന്നെ സുമിൻ്റെ മോനും ഉണ്ട്. അവർ രണ്ടുപേരും സെയിം ക്ലാസ്സിലാണ്. ആ ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്, രണ്ടുപേരും അറിയാവുന്നൊരു സെയിം ക്ലാസ്സിലുള്ളത് കൊണ്ട്. പിന്നെ അവിടെ നല്ല ബഹളമൊക്കെ നടക്കുന്നുണ്ട്, കാരണം സമയം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിപ്പോൾ പെട്ടെന്ന് ഞാൻ എടുക്കട്ടോ വ്ളോഗ്. പിന്നെ ഷെഫ്നയുടെ മോളും പിന്നെ ഷെഫ്നയുടെ ഹസ്ബൻഡും. ഷെഫ്നയുടെ മോളാണെങ്കിൽ അവിടെ UKG പഠിക്കുന്നത്. അപ്പം അവളും അടുത്തുണ്ടല്ലോ എന്നൊരു ആശ്വാസമുണ്ട്. പക്ഷെ വേറെ ആരെയും എനിക്ക് അറിയത്തില്ല അവിടെ പഠിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ പരിസരത്താണെങ്കിൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല. അപ്പം മുകളിലേക്ക് കയറി പോയി കഴിയുമ്പോഴത്തേനും ചിലപ്പം കുട്ടികളിലേക്ക് കിട്ടുമായിരിക്കും. അപ്പം അങ്ങനൊരു ഡേ ആണിന്ന്. ഇച്ചാടെ അവനേക്കാൾ സത്യം പറഞ്ഞ എക്സൈറ്റ്മെന്റ് എനിക്കാണ് കേട്ടോ. അവന് ആ ഒരു ഫീലിങ്സ് അറിയാത്തോണ്ടാണ് എനിക്ക് അങ്ങനെ. പക്ഷെ നമ്മൾ പേരൻസിനാണല്ലോ കൂടുതൽ ടെൻഷന്. കുട്ടി പുതിയൊരു സ്ഥലത്തേക്ക് പോയി കഴിയുമ്പം അതുമായിട്ടൊക്കെ യൂസ്ഡ് ആകുമോ, പിന്നെ ആയി വരും. കാരണം നേഴ്സറിയിൽ ആദ്യം പോകുമ്പോഴത്തേന് അങ്ങനെ ആയിരുന്നു. പിന്നെ ഇപ്പം അവനാണെങ്കിൽ നേഴ്സറിയിൽ പോയാൽ മതി, സ്കൂളിൽ പോകണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയതല്ലോ ഗൈസ്. അപ്പം നിങ്ങളെ ആണെങ്കിൽ ഇച്ച സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാന്ന് ഓർത്തു. അപ്പൊ നമുക്കാണെങ്കിൽ ഓരോ കാര്യങ്ങളാണെങ്കിൽ കാണാൻ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഓരോ കാര്യം കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് സ്കൂളിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ പോയിട്ട് വരാവേ.
സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ തുറന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ സുമിനും സുമിൻ്റെ മോനും വന്നിട്ടുണ്ടായിരുന്നു. ഇച്ചാക്കാണെങ്കിൽ കുഞ്ഞാപ്പൂനെ കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷത്തിലുണ്ട്. രണ്ടുപേരും സെയിം ക്ലാസ്സിലാണ്, അംഗനവാടിയിലും സെയിം ആയിരുന്നു. ഇപ്പം സെയിം ക്ലാസ്മേറ്റ്സ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും പ്രെയർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കുറച്ച് വൈകിയായിരുന്നു കേട്ടോ സ്കൂളിലെത്തിയപ്പോഴത്തേനും. ചേട്ടാ പോയി നിൽക്കുന്നേ വീട് അവിടെ പോയി നിൽക്കടാ, അവിടെ പോയി നിൽക്കടാ. ഷേഖന എടുക്കണം. പേര് പറ. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചാടെ ക്യാരക്ടർ ആണെങ്കിൽ ടോട്ടലി ചേഞ്ച് ആയിട്ടോ. ഭയങ്കര കളിച്ചും ചിരിച്ചും നടന്നുകൊണ്ടിരുന്നവനാണെങ്കിൽ അവിടെ എത്തിയപ്പോഴത്തേന് പെട്ടെന്ന് സൈലൻ്റായി. അവന് പരിചയമുള്ള സ്ഥലമാണല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കുറേ ട്രൈ ചെയ്തു അവന് ഷേഖാൻ്റെ കൊടുക്കാനൊരു പേരൊക്കെ ചോദിക്കാൻ വേണ്ടി, പക്ഷേ അവൻ അടുത്തേക്ക് പോലും പോയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലാണ് ഞങ്ങൾ പോയിരുന്നത്. കാരണം അവിടെയൊക്കെ ഫ്രണ്ട് പോർഷനൊക്കെ ഫുൾ ഫില്ലായിരുന്നു. പിന്നെ കുറേ നേരം പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു, സോങ് ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ UKG സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അവരുടെ ഫ്രണ്ട്സിനെ കിട്ടിയതിൻ്റെയൊക്കെ. പക്ഷേ LKG സ്റ്റുഡൻസൊക്കെ അമ്മമാരുടെ കയ്യിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും, ചിലർ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കരുത് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് സജനായും സൈമും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേന് അവളെ വിളിച്ചായിരുന്നു, പക്ഷെ അവൾ മഴയൊക്കെ കാരണം കുറച്ച് ലേറ്റായി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന്. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ തീരാറായപ്പോഴാണ് എത്തിയത് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ തീർന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികൾക്കും ചെറിയൊരു ഗിഫ്റ്റ് ആണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പം ഞാനും ഇച്ചാനാണ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഇച്ചാക്കൂട്ടം വന്ന ടൈമിലാണെങ്കിൽ ഇവിടുത്തെ പ്ലേ ഏരിയ ഒക്കെ കണ്ടുവച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവൻ നേരെ പോയത് അങ്ങോട്ട് കളിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് കുറച്ച് നേരം കളിക്കട്ടെ, കാരണം നമുക്ക് ടീച്ചേഴ്സിനെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയുണ്ട്. ക്ലാസ് ടീച്ചറിനെ കണ്ടാണെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യണം. അപ്പം ഇപ്പം നല്ല തിരക്കാണ്, അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും തിരക്കൊക്കെ കുറഞ്ഞിട്ട് പോകാൻ നിർത്തും. അങ്ങനെ ഞങ്ങളിതേ അവിടുത്തെ പ്ലേ ഏരിയയിലേക്ക് വന്നേക്കുവാണ്. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കേവ് പോലത്തെ സംഭവമാണ്. ഫുൾ ഇങ്ങനെ കാർട്ടൂണിലെ സോങ് ഒക്കെ ഇട്ടേക്കുവാണ്. ആദ്യം ഞാൻ ചെന്നപ്പോൾ കാർട്ടൂണിലെ സോങ് ആയിരുന്നു കേട്ടോ. പിന്നെ LED ലൈറ്റൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു മായാവി ഗുഹയുടെ ഫീലാണ്. അതിനകത്തോട്ട് കയറുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് വെട്ടമൊക്കെ വരും. പിന്നെ നമ്മുടെ ആ ഒരു ഫീലൊക്കെ പോകും. പക്ഷേ നല്ല രസമുണ്ട്, പിള്ളേർ കളിച്ചൊക്കെ നടക്കാൻ വേണ്ടി നല്ലൊരു ഇതാട്ടോ. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയൊക്കെ. ഇച്ച ഇങ്ങനെ മാറി മാറി ഓരോന്നിലും കയറിക്കൊണ്ടേ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓർത്തോടെ നിന്ന് കുറച്ച് നേരം കളിക്കട്ടെ എന്ന്, കാരണം നാളെ വരാൻ വേണ്ടി വഴക്കുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഈ പേരൊക്കെ പറഞ്ഞ് വിടാമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ സഞ്ജനാനെയും സുമിനെയും പോയി വിളിച്ചുകൊണ്ട് വന്നു പിള്ളേരെ കയറ്റാൻ വേണ്ടി. കാരണം അവർ കുറച്ച് മാറി നിൽക്കുമായിരുന്നു കേട്ടോ. എന്നെപ്പോലെ തന്നെ ഈ ഒരു സംഭവം അവളുമാർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ കാണുവാണ് കേട്ടോ. അപ്പോൾ അതിലൂടെ സോങ് ഒക്കെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും കയറാൻ വേണ്ടി തോന്നും. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇച്ചൊക്കെ കുറേ നേരം വാശി പിടിച്ച് പിന്നെയും കയറാൻ വേണ്ടി 2 തവണ ഞങ്ങൾ കയറി കേട്ടോ. സോങ് ആണെങ്കിൽ ഇട്ട് കഴിയുമ്പോഴത്തേനും കോപ്പിറൈറ്റ് അടിക്കുന്നോർത്താണ് ഞാനാണെങ്കിൽ സൗണ്ട് മാറ്റിയിട്ടാണെങ്കിൽ ഞാൻ റെക്കോർഡഡ് വോയിസ് ചെയ്യുന്നത്. നല്ല രസമുണ്ട്. സോങ് ഒക്കെ ഇട്ടാണെങ്കിൽ LED ലൈറ്റൊക്കെ മിന്നി ബ്ലിങ്ക് ചെയ്യുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ അതുവഴി പോകാൻ വേണ്ടി. പണ്ടാണെങ്കിൽ മറ്റേ ഗുഹയിലൊക്കെ കൂടെ കയറിയ ആ ഒരു ഫീലിങ്സ് ആണെങ്കിൽ കിട്ടുന്നുണ്ട് കേട്ടോ അതിലൂടെ പോകുമ്പോഴത്തേനും. സുമിനും ആ ഒരു സെയിം കാര്യം തന്നെ പറഞ്ഞു. പിന്നെ അങ്ങനെ ഞങ്ങൾ റൈഡൊക്കെ ഇങ്ങനെ മാറി കയറിയിട്ട് ഞങ്ങൾ ഓഫീസിൽ പോയി. സ്കൂൾ ബസ്സിൻ്റെ സമയമൊന്നും ചോദിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, അതൊക്കെ അറിയണമായിരുന്നു. അതിനിടയ്ക്ക് സൈമു ആണെങ്കിൽ ഒരു പെൺകൊച്ചിനെ ഇങ്ങനെ ടാർജറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ പോയി പിടിച്ചോണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചാണെങ്കിൽ ഗിഫ്റ്റ് അവിടെ വെച്ചൊക്കെ തന്നെയാണെങ്കിൽ പൊട്ടിച്ച് നോക്കി. ഇച്ചാക്ക് ഒരു ക്ഷമയില്ലായിരുന്നു അതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ സ്കൂൾ ബസ്സിൻ്റെ സമയവും ഒക്കെ അറിഞ്ഞു. സുമിനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്കൊക്കെ ഒന്നും ലഭിക്കും, കാരണം അവൾക്ക് 8 മണിക്ക് സ്കൂൾ ബസ്സിൽ കയറ്റി വിടണം, എനിക്ക് 8:30 മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറേ നേരം അവിടെയൊക്കെ നിന്ന് കളിച്ചിട്ടൊക്കെ ഉണ്ട്. ഇച്ചാക്കൊന്നും അവിടെ നിന്ന് വരണമെന്നേ തോന്നിയില്ലായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു നാളെ മുതൽ ഈ ഒരു സെയിം വൈബ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. അപ്പം ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. എവിടെ മീനുണ്ടോ? എന്തോരം മീനാ? തിന്നാന്നോ? നിങ്ങൾക്കില്ലടാ, ചോറിന് മീനില്ലെങ്കിൽ ഇവിടെ ഒന്ന് പിടിച്ചാൽ മതി കേട്ടോ. മീമി എവിടെ സൈമു? മീമി എവിടെ? ഗൈസ് അങ്ങനെ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇച്ചാക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുവാണ്. നാളെ മുതൽ അറിയത്തില്ല എങ്ങനെ സംഭവം എന്നൊക്കെ. അപ്പം ഞങ്ങളുടെ ഈ പ്രവേശനോത്സവം വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇന്ന് ഏതെങ്കിലും പേരൻസ് ഒക്കെ കുട്ടികളെ ചേർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ഡേ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.